പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നത്തിൽ കർത്താവിൻ്റെ മുന്നിലായിരിക്കാൻ അവിടെ നിന്ന് അവസരം നൽകിയതിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ എല്ലാ കാര്യത്തിനും നന്ദി പറയാം. പിന്നെ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഈശോയിലേക്ക് കൊടുത്ത് വളരെയധികം ഫ്രീ ആയിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. യഥാർത്ഥമായ സന്തോഷം നമുക്ക് ഈശോയിലായിരിക്കുമ്പോഴേ ഉള്ളൂ. അതുകൊണ്ടല്ലേ നമ്മുടെ വിശുദ്ധ അഗസ്ത്യൻ പറയുന്നത്, നിന്നെ അറിയാൻ ഞാൻ എത്ര വൈകിപ്പോയി. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ഒക്കെ ഒഴുകി വരുന്നത്. മനസ്സിലായോ? അതാണ്, കർത്താവാണ് യഥാർത്ഥമായ സന്തോഷം, കർത്താവാണ് യഥാർത്ഥമായ ആനന്ദം. ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. മർക്കോസ് 13:31 പറയുന്ന പോലെ, ആകാശം ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഇതുപോലെയാ ഈ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ കടന്നു പോകും, അല്ലെങ്കിൽ അവ നമ്മെ നശിപ്പിക്കും. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ അതെന്നേക്കും നിലനിൽക്കും. നമുക്ക് സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും, സ്വസ്ഥതയുണ്ടാവും. കർത്താവിനോടുള്ളപ്പോൾ യാത്ര അങ്ങനെയാണ്, സന്തോഷമാണ്. കുറച്ചും കൂടി നല്ലൊരു വാക്യം പറയുകയാണെങ്കിൽ ആഘോഷമാണ് കർത്താവിനോടുള്ള യാത്ര. നോക്കിയ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കാനായിലെ കല്യാണ വിരുന്നിന് പോയി, ആഘോഷം. കർത്താവ് 5 അപ്പം 5000 പേർക്ക് കൊടുത്തു, ആഘോഷം. കർത്താവ് സക്കീയോസിൻ്റെ വീട്ടിൽ ചെന്നു, ആഘോഷം. എവിടെയൊക്കെ കർത്താവ് ചെന്നിട്ടുണ്ട് അവിടെ ആഘോഷവും സന്തോഷവും സമാധാനവുമാണ്. ഇനി കർത്താവ് കുരിശിൽ കിടക്കുന്ന സമയത്ത് നല്ല കള്ളൻ അവന് പർദീസയിലേക്ക് കർത്താവ് എടുത്തു, ആഘോഷം. കർത്താവ് ഉള്ള ഇടങ്ങളെല്ലാം ആഘോഷമാണ്. അത് ആത്മീയതയുടെ ഒരു ആഘോഷം, ഒരു തിരയിളക്കം അവിടെയൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ. നമ്മളും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മനസ്സിലാക്കണം, ലോകമല്ല ഈശോയാണ് എന്നെ തൃപ്തിപ്പെടുത്തുന്നത്. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ജീവിതം അങ്ങയോടൊപ്പം ആസ്വദിക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.